ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ മിഠായി കടലാസുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിലുള്ള ഈ ഗോൾഡൻ കളർ പേപ്പറുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലുണ്ടായിരുന്ന ഗോൾഡൻ കളർ പേപ്പറുകളെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ആഭരണങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമ്മൾ ഇതുകൊണ്ട് പാലക്കമാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാലക്കമാലയുടെ ഷേപ്പിൽ ഇതിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ അതിൽ വരച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇത് വെച്ച് നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് വരച്ചെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇത് അതിൽ വെച്ച് വരച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ഒന്നുകൂടെ നമ്മൾ ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കണം. അതിനുള്ളിൽ വരച്ചെടുത്തിട്ടുള്ള അതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ അതിനകത്ത് ഒന്നും കൂടെ വരച്ചെടുക്കുകയാണ്. അതിനകത്ത് വരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു ഗോൾഡൻ കളർ ഭാഗങ്ങൾ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹോൾ പഞ്ച് വെച്ച് ഈ ഒരു പേപ്പറിൽ നിന്നും ചെറിയ 2 റൗണ്ട് പീസുകൾ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ പാലക്കയുടെ മുകളിലും താഴെയും ആയി ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും എടുത്തിട്ടുള്ള ഈ 2 എണ്ണം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഒരെണ്ണം നമ്മൾ അതിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെയും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ വേറെ ഒരു 3 എണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒരു ലോക്കറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ചുറ്റുമായിട്ടും നമ്മൾ ചെറിയ റൗണ്ട് പീസുകൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഹോൾ പഞ്ച് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പീസുകൾ ഇതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മാല കൂടെ ചെയ്തെടുക്കണം. അതിനുള്ളതാണ് നമ്മളിനി കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമ്മളതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കോൺ ഷേപ്പിലാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതിൻ്റെ മുകൾ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ കുറേ എണ്ണം നമുക്ക് ചെയ്തെടുക്കണം. ഒരെണ്ണം കൂടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പം നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ കുറേ എണ്ണം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ബോർഡാണ്. ഇതിലേക്കാണ് നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ഫോം ഷീറ്റ് നമുക്ക് ആ കേക്കിൻ്റെ ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം ആ കേക്കിൻ്റെ ബോർഡിൻ്റെ ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പഴയ ഡ്രസ്സിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ലൈസാണിത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഭാഗമാണ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇത് നമുക്ക് ആ കേക്കിൻ്റെ ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. മിഠായി കടലാസ് വെച്ച് ചെയ്തെടുക്കുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതെല്ലാം നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ലോക്കറ്റാണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ലോക്കറ്റൊക്കെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് അതുപോലെ ആദ്യം ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അതെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലോക്കറ്റിൻ്റെ താഴെയായിട്ട് ഒരു കുഞ്ഞു റൗണ്ട് പീസും കൂടെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത മാല കൂടെ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ഓരോന്നായി നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുപോലത്തെ മിഠായി കടലാസുകളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൽ മുഴുവനായും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ അതൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇവിടെ ആയിട്ട് നമ്മൾ കമ്മൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതുപോലെ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കേക്കിന്റെ ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അത് നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ കമ്മലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മിഠായി കടലാസുകൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ കളയുന്ന മിഠായി കടലാസുകൾ കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.